ഹലോ, ഇന്ന് നമ്മൾ നോക്കുന്നത് 2023 ഡിസംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1ൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കറിയാം ഫസ്റ്റ് പാർട്ട് വരുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പാരഗ്രാഫ് വായിച്ചു നോക്കാം. When I learned that my 71-year-old mother was playing chess against herself, I know I had to do something. Who is playing? I asked one day when I saw a half-finished game on the table. My right hand versus my left. Excuse me, I said. Well, your father doesn't play dreading defeat. Still, I want to keep my mind sharp. My husband suggested we give her a computer to play against. We pack up our old PC and deliver it to my parents' home. And thus began my mother's adventure in the world of computers. My mother sat mesmerized as the screen lit up and various icons presented themselves. Slowly but steadily, my mother caught on, making notes in a little spiral notebook. I wondered how she would fare without me. Thereafter, she only spoke about her game on the computer to me. She even forgot to ask the stock question, what did you have the supper? Instead, she talked about RAM, ROM and CPU terms spilled out effortlessly from her mouth. My mother had acquired a new mother tongue. I am learning that no matter how old you are, a willing spirit is capable of anything. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? നമ്മുടെ നറേറ്ററിൻ്റെ 21 വയസ്സുള്ള അമ്മ എന്ത് ചെയ്യാണ്? സ്വയം ചെസ്സ് കളിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ നറേറ്റർ ചോദിച്ചു ആരുടെ കൂടെയാണ് കളിക്കുന്നത്. ഒരു ഹാഫ് ഫിനിഷ്ഡ് ഗെയിം ടേബിളിൽ ഇരിക്കുന്നത് കണ്ടേക്ക് അമ്മ നറേറ്റർ ചോദിച്ചു അമ്മയോട് ആരുടെ കൂടെയാണ് ഗെയിം കളിക്കുന്നത് ചോദിച്ചേക്ക് അമ്മ പറഞ്ഞു എന്ത്? മൈ റൈറ്റ് ഹാൻഡ് വേഴ്സസ് മൈ ലെഫ്റ്റ്. എൻ്റെ വലത് കൈയും എൻ്റെ ഇടത് കൈയും. അപ്പോൾ മകൾക്ക് ഡൗട്ട് തോന്നി ചോദിച്ചു, നിൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തോൽക്കുന്നു പേടിച്ച് ഡ്രെഡിങ് ഡിഫീറ്റ് തോൽവി പേടിച്ച് എൻ്റെ കൂടെ കളിക്കാത്തതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ മൈൻഡ് ഷാർപ്പായിട്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നതെന്ന് അമ്മ പറഞ്ഞു. അതിലെന്ത് ചെയ്തു? നറേറ്ററിൻ്റെ ഹസ്ബൻഡ് അവളോട് പറഞ്ഞു എന്ത്? നമ്മുടെ ഓൾഡ് PC അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുത്തു. പിന്നീട് എന്തായി? അമ്മയുടെ ലോകം എന്ന് പറയുന്നത്, അമ്മയുടെ അഡ്വഞ്ചർ എന്ന് പറയുന്നത് ആ വേൾഡ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ലോകമാകാൻ തുടങ്ങി. അമ്മ പതിയെ എന്ത് ചെയ്തു? ആ കമ്പ്യൂട്ടറിൻ്റെ ഓരോ കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങി. ഇത് എപ്പോഴും സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങി. അവർ ചെറിയ നോട്ട്സ്, സ്പൈറൽ നോട്ട്സിൽ അവരുടെ കാര്യങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ടേംസും കാര്യങ്ങളൊക്കെ പതിയെ പഠിക്കാൻ തുടങ്ങി. ദെൻ ഷി ഓൺലി സ്പോക്ക് അബൌട്ട് ഹെർ ഗെയിം ഓൺ ദ കമ്പ്യൂട്ടർ ടു മീ. അമ്മ നറേറ്ററിനോട് എപ്പോഴും അമ്മ സംസാരിക്കുന്നത് കമ്പ്യൂട്ടർ ഗെയിമിനെ കുറിച്ചിട്ടും മറ്റ് കമ്പ്യൂട്ടറിൻ്റെ ടേംസിനെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ അമ്മ ചോദിക്കുന്ന സ്റ്റോക്ക് ക്വസ്റ്റ്യൻ, നീ സപ്പർ കഴിച്ചോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ അമ്മ അവരോട് സംസാരിക്കുന്നത് റാമിനെ കുറിച്ചും റോമിനെ കുറിച്ചും അതുപോലെ CPU ടേംസിനെ കുറിച്ചൊക്കെയാണ് അമ്മയുടെ മൗത്തിൽ നിന്ന് എഫേർട്ട്ലെസ്ലി സംസാരിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ നറേറ്റർ പറയാണ് അവരുടെ അമ്മ പുതിയൊരു ലാംഗ്വേജ് മദർ ടങ് അക്വയർ ചെയ്തു എന്ന് പറയാണ്. അപ്പോൾ നറേറ്റർക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എത്ര വയസ്സായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു വില്ലിങ് സ്പിരിറ്റ് ഓഫ് ക്യാപ്പബിൾ ഓഫ് എനിത്തിങ്. എന്തും ചെയ്യാനുള്ള ഒരു വില്ലിങ് സ്പിരിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നറേറ്റർക്ക് മനസ്സിലായി എന്നുള്ളത് പറയാണ്. നമുക്കിനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഹൂ ഡിഡ് ദ നറേറ്റേഴ്സ് മദർ പ്ലേ ചെസ് അഗെയിൻസ്റ്റ്? ഹൂ ഡിഡ് നറേറ്റേഴ്സ് മദർ പ്ലേ ചെസ് അഗെയിൻസ്റ്റ്? ആരുടെ കൂടെയാണ് നറേറ്ററിൻ്റെ അമ്മ ഗെയിം കളിക്കുന്നത്? അമ്മയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് ആരാണെന്ന് ചോദിക്കുകയാണ്. ഹെർ ഫാദർ, അവരുടെ അച്ഛനാണോ? ഹെർ ഫ്രണ്ട്, അവരുടെ ഫ്രണ്ടാണോ? ഹെർ സെൽഫ്, അവർ സ്വയം കളിക്കുകയാണോ? ഹെർ ഡോട്ടർ, അവരുടെ ഡോട്ടറുടെ കൂടെയാണോ കളിക്കുന്നത്? എന്താണ്? ഹെർ മദർ പ്ലേ ചെയ്യുന്നത് ആരുടെ കൂടെയാണ്? ഹെർ സെൽഫ്, അവരുടെ കൂടെയാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് വാസ് ഓൺലി തിങ് ഹെർ മദർ സ്പോക്ക് അബൌട്ട് ആഫ്റ്റർ ഗെറ്റിംഗ് ദ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ലഭിച്ചതിന് ശേഷം അമ്മ എന്ത് മാത്രമാണ് സംസാരിക്കുന്നത്? ഓപ്ഷൻ എ ഫുഡാണോ? ഓപ്ഷൻ ബി സോഫ്റ്റ്വെയർ ആണോ? ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ? ഓപ്ഷൻ ഡി ഗെയിം ആണോ? അമ്മ സംസാരിക്കുന്നത് എന്താണ്? ഗെയിമിനെ കുറിച്ച് മാത്രമാണ്. ഷി ഓൺലി സ്പോക്ക് അബൌട്ട് ഹെർ ഗെയിം ഓൺ ദ കമ്പ്യൂട്ടർ. ഇനി അടുത്തത്, വൈ ഡിഡിൻ ഹെർ ഫാദർ പ്ലേ ചെസ് വിത്ത് ഹെർ മദർ? എന്തുകൊണ്ടാണ് ഫാദർ അമ്മയുടെ കൂടെ ചെസ് കളിക്കാത്തത്? ഹി ഡിഡിൻ നോ ഹൗ ടു പ്ലേ ചെസ്. അവർക്ക് ചെസ് കളിക്കാൻ അറിയാത്തത് കൊണ്ടാണോ? ഹി ഡിഡിൻ നോ ഹൗ ടു പ്ലേ ഡ്രെഡിങ് ഡിഫീറ്റ് അവർ തോൽക്കുന്നില്ല പേടി കൊണ്ടാണോ? അല്ലെങ്കിൽ ഹി വാസ് വെരി ബിസി, അവർ ബിസി ആയതുകൊണ്ടാണോ? ഹി വാസ് നോട്ട് ലിവിങ് വിത്ത് ഹെർ, അവരുടെ കൂടെയല്ല താമസിക്കുന്നത്, അതുകൊണ്ടാണോ? എന്താണ് ആൻസർ? ഓപ്ഷൻ ബി, ഹി ഡിഡിൻ നോ ഹൗ ടു പ്ലേ ഡ്രെഡിങ് ഡിഫീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ നറേറ്റേഴ്സ് ഹസ്ബൻഡ് സജഷൻ? എന്തായിരുന്നു നറേറ്ററിൻ്റെ ഹസ്ബൻഡ് സജഷൻ? ടു ഗിഫ്റ്റ് എ മദർ എ കമ്പ്യൂട്ടർ, ടു പ്ലേ ചെസ് ഓൺലൈൻ, ടു ഗീവ് ഹെർ ഫാദർ കോച്ചിങ് ഇൻ പ്ലേ ചെസ്, ടു എക്യുപ്പ് ഫാദർ ടു പ്ലേ ചെസ്. എന്തായിരുന്നു? ടു ഗിഫ്റ്റ് മദർ എ കമ്പ്യൂട്ടർ, അമ്മയ്ക്ക്
ഒരു കമ്പ്യൂട്ടർ ഗിഫ്റ്റ് ചെയ്യാന്നായിരുന്നു നറേറ്ററിന്റെ ഹസ്ബൻഡ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ലെസൺ ഡിഡ് ദ നറേറ്റർ അൾട്ടിമേറ്റ്ലി ലേൺ ഫ്രം ദ എബോവ് എപ്പിസോഡ്? വാട്ട് ലെസൺ ദ നറേറ്റർ അൾട്ടിമേറ്റ്ലി ലേൺ ഫ്രം എബോവ് എപ്പിസോഡ്? എന്താണ് നറേറ്റർ മനസ്സിലാക്കിയ കാര്യം? ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. ഇഫ് ദർ ഈസ് എ വില്ലിംഗ് ദർ ഈസ് എ വേ. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ആൾ ഇൻവെൻഷൻ. ഫാമിലിയാരിറ്റി ബ്രീഡ്സ് കോൺടെംപ്റ്റ്. എന്തായിരുന്നു മനസ്സിലാക്കിയത്? ഓപ്ഷൻ ബി ആണ്. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയും ഉണ്ടാകും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹി വാസ് അക്യൂസ്ഡ് ഡാഷ് ലിവിങ് വിത്തൗട്ട് ഇലക്ട്രിസിറ്റി. അവരെന്തായിരുന്നു? വൈദ്യുതി ഇല്ലാതെ ജീവിച്ചതിനാൽ കുറ്റം ചുമത്തപ്പെട്ടു. ഹി വാസ് അക്യൂസ്ഡ് ഡാഷ് ലിവിങ് വിത്തൗട്ട് ഇലക്ട്രിസിറ്റി. നമ്മൾ ശരിക്കും ഈ അക്യൂസിൻ്റെ കൂടെ ഓഫാണ് ഉപയോഗിക്കുക. കോമൺ ആയിട്ട് നമ്മൾ അക്യൂസിൻ്റെ കൂടെ ഓഫാണ് ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് ഓപ്ഷൻസിൽ ഓഫ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? കമ്പാരിറ്റീവ്ലി നമുക്ക് ഏതാ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? വിത്താണ് ആൻസർ ആയിട്ട് വരിക. സാധാരണ നമ്മൾ അക്യൂസിൻ്റെ കൂടെ ഓഫാണ്, പിന്നെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വിത്താണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, വിത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു മൈൻഡ് ഡാഷ് എ ലിറ്റിൽ? ഡു യു മൈൻഡ് ഡാഷ് എ ലിറ്റിൽ? മൂവിങ് ആണോ, ടു മൂവ് ആണോ, മൂവ് ആണോ, മൂവ്സ് ആണോ? നമുക്കറിയാം ഡു യു മൈൻഡിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ഏതാ? ING ഫോമിൽ കിടക്കുന്നത് മൂവിങ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ. ഡു യു മൈൻഡിൻ്റെ കൂടെ വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മൂവിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എറർ എ ലേണർ makes like I am eating is an example for morphological error ആണോ, syntactical error ആണോ, punctuational error ആണോ, usage error ആണോ? നമുക്കറിയാം മോർഫോളജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ എന്താ? വേർഡിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന എററിനെയാണ് നമ്മൾ മോർഫോളജിക്കൽ എറർ എന്ന് പറയുന്നത്. ഓർഡർ മാറ്റി കൊടുക്കുന്നതിന്, സ്ട്രക്ചർ മാറ്റി കൊടുക്കുന്നതിനെയാണ് വേർഡ് ഓർഡർ മാറ്റി കൊടുക്കുന്നതിനെയാണ് നമ്മൾ മോർഫോളജിക്കൽ എറർ എന്ന് പറയുന്നത്. സിൻടാക്റ്റിക്കൽ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറിൽ വരുന്ന മിസ്റ്റേക്കിനെയാണ്. പങ്ക്ച്വേഷണൽ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കോമ, ഇൻവേർട്ടഡ് കോമ, ദാറ്റ് പങ്ക്ച്വേഷൻ മാർക്കിൽ വരുന്ന മിസ്റ്റേക്കിനാണ്. യൂസേജ് എറർ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നതിലെ എറർ. ഇനി ഇതിൽ നമ്മുടെ ആൻസർ വരുന്നത് സിൻടാക്റ്റിക് എറർ ആണ്. ആൻസർ വരുന്നത് സിൻടാക്റ്റിക് എറർ ആണ്. അതിൻ്റെ സ്ട്രക്ചറിലാണ് ഐ ആം ഈറ്റിംഗ് എന്നുള്ളതിന് നമ്മൾ ഐ ആം എ ഈറ്റിംഗ് എന്ന് കൊടുക്കുക. സ്ട്രക്ചറിൽ വരുന്ന എറർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ വിഷ്വലി ഇമ്പയർഡ് ലേണർ ഇൻ ആൻ ഇംഗ്ലീഷ് ക്ലാസ് ഷുഡ് ബി പ്രൊവൈഡ്. വിഷ്വലി ഇമ്പയർഡ് ആയിട്ട് കാഴ്ചപരിമിതിയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്താ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്താ? വീഡിയോ പ്രസൻറ്റേഷൻ ആണോ, റീഡിംഗ് കാർഡ്സ് ആണോ, നറേറ്റീവ് പ്രസൻറ്റേഷൻ ആണോ, അഡീഷണൽ വർക്ക്ഷീറ്റ് ആണോ? നമുക്കറിയാം വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് കൂടുതലും വോയിസ് ആയിട്ടുള്ള കൊടുക്കുക, ഓഡിയോ ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് ആണ് കൊടുക്കേണ്ടത്. നറേറ്റീവ് പ്രസൻറ്റേഷൻ ആണ്, വിവരണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ബട്ടർഫ്ലൈസ് are as attractive as for flowers if this sentence is changed into singular. നമ്മൾ butterflies are as attractive as for flowers എന്നുള്ള സെൻറ്റൻസ് നമ്മൾ സിംഗുലർ ആക്കി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? ബട്ടർഫ്ലൈസിനെ നമുക്ക് എന്താക്കണം? ബട്ടർഫ്ലൈനാക്കണം. ബട്ടർഫ്ലൈസിനെ നമുക്ക് ബട്ടർഫ്ലൈനാക്കണം. അതുപോലെ തന്നെ ഫ്ലവേഴ്സിനെ നമുക്ക് ഫ്ലവർ ആക്കണം. ഇന്ന് നമ്മൾ മാറ്റി എഴുതുമ്പോൾ നമ്മൾ എന്താണ്? എന്തായി മാറും? ഈസായി മാറും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ എ, ബട്ടർഫ്ലൈ ഈസ് ആസ് അട്രാക്റ്റീവ് ആസ് ഫ്ലവർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹി യൂഷ്വലി ഗെറ്റ് അപ്പ് 6 o'clock. ഇതിന് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കണം. ഏത് ക്വസ്റ്റ്യൻ ടാഗാണ് കൊടുക്കുക? നമുക്കറിയാം യൂഷ്വലി ഗെറ്റ്സ് അപ്പ്. ഇവിടെ നമ്മളെ വെർബ് വരുന്നത് ഏതാ? ഗെറ്റ്സ് ആണ്. ഗെറ്റ്സ് ആണെങ്കിൽ ഏതാ യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസൻറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഡുവോ അല്ലെങ്കിൽ ഡെസ് ആണ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ഹീ ആണ്, അപ്പോൾ നമ്മൾ എടുക്കുക ഡെസ് ആണ്. അപ്പോൾ നമ്മൾ ഡെസ് എടുക്കുമ്പോൾ നമുക്കറിയാം സെൻറ്റൻസ് കിടക്കുന്നത് എങ്ങനെ? പോസിറ്റീവിലല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തിൽ വേണം? നെഗറ്റീവിൽ വേണം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഡസിൻറ്റ് ഹി ആണ് റൈറ്റ് ആൻസർ. ഡസിൻറ്റ് ഹി ആണ് റൈറ്റ് ആൻസർ.
ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോൾ നമ്മൾ വെർബ് ഏതാ നോക്കുക. വെർബ് ഗെറ്റ്സ് ആണ്. ഗെറ്റ്സ് കിടക്കുന്നത് സിമ്പിൾ പ്രസന്റിലാണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഏതാ ഡു അല്ലെങ്കിൽ ഡസ്സോ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വരുന്നത്. അതിൽ തന്നെ ഹി ആയതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നു, ഡസ് എടുക്കുന്നു. ഡസ്സിൻ്റെ കൂടെ ഇനി സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എടുക്കേണ്ടത് നെഗറ്റീവിലാവും. അപ്പോൾ ആൻസർ വരുന്നത് ഡസൻറ്റ് ഹി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ വേസ് ഓഫ് പ്രൊമോട്ടിംഗ് ലേണർ ഓട്ടോണമി ഈസ് ട്രൂ. വൺ ഓഫ് ദ വേസ് ഓഫ് പ്രൊമോട്ടിംഗ് ലേണർ ഓട്ടോണമി, നമ്മൾ ഏതാണ് ആൻസർ വരുന്നത്? സെൽഫ് അസസ്മെൻ്റ് ആണോ, പിയർ അസസ്മെൻ്റ് ആണോ, ടീച്ചർ അസസ്മെൻ്റ് ആണോ? നമ്മൾ ഓട്ടോണമി സ്വയമായിട്ട് സെൽഫായിട്ട് അസസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? സെൽഫ് അസസ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി സ്ക്വാൻഡേർഡ് ഹിസ് ഫാദേഴ്സ് എൻറ്റയർ സേവിങ്സ്. ഹി സ്ക്വാൻഡേർഡ് മീൻസ് എന്താണ് സ്ക്വാൻഡേർഡ് എന്നുള്ളതിൻ്റെ അർത്ഥം? നമ്മളൊരു കാര്യം ആവശ്യമല്ലാതെ എന്ത് ചെയ്യുക, വേസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ക്വാൻഡേർഡ് എന്ന് പറയുന്നത്. ഡൊണേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിക്ഷേപിക്കുന്നതിന്, ഒരു കാര്യം നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ ഡൊണേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയല്ല. ഡെപ്പോസിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം നിക്ഷേപിക്കുക. യൂട്ടിലൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെലവഴിക്കുന്നതിന്. വേസ്റ്റഡ്, ഒരു കാര്യമില്ലാതെ നമ്മൾ അനാവശ്യമായി ചെലവാക്കുന്നതിനാണ് നമ്മൾ വേസ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു ഹിയർഡ് ഡാഷ് മൈക്കൽ ജാക്സൺ. ഹാവ് യു ഹിയർഡ് ഡാഷ് മൈക്കൽ ജാക്സൺ. നമുക്കറിയാം ഹിയർഡ്, ഒരു വ്യക്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിയർഡിന് ശേഷം നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഓഫ് ആണ് ഉപയോഗിക്കുക. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓഫ് ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ യങ് ഗേൾ ഹാസ് ബീൻ അപ്രിസിയേറ്റഡ് ഫോർ ഡാഷ് ഇൻ സേവിങ് ദ ലൈഫ് ഓഫ് ദ ലിറ്റിൽ ബോയ്. എന്താണ്? ദ യങ് ഗേൾ ഹാസ് ബീൻ അപ്രിസിയേറ്റഡ് ഫോർ ഹെർ എന്താ? ബ്രേവറി. റൈറ്റ് ആൻസർ വരുന്നത് ബ്രേവറി ആണ്. അടുത്തത്, ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് ആൻ ഏർലി റിപ്ലൈ. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് ആൻ ഏർലി റിപ്ലൈ. നമുക്കറിയാം ലുക്ക് ഫോർവേഡിന് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വെർബിൻ്റെ ING ഫോം ഉപയോഗിക്കണം. അപ്പോൾ റൈറ്റ് ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്. ഗെറ്റിംഗ് ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിയേറ്റീവ് ഡ്രാമ ആക്ടിവിറ്റീസ് ഇൻ ലാംഗ്വേജ് ക്ലാസ് റൂം ആർ മെയിൻലി മീൻ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ്. ക്രിയേറ്റീവ് ഡ്രാമ ആക്ടിവിറ്റീസ് ക്ലാസ്സിൽ, ലാംഗ്വേജ് ക്ലാസ് റൂമിൽ എന്തൊക്കെ നടക്കുന്നത്? ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് നടക്കുന്നില്ലേ? ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് നടക്കുന്നുണ്ട്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് നടക്കുന്നുണ്ട്, ബോഡി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഏതാ റൈറ്റ് ആൻസർ? ഓൾ ദ എബവ്, എല്ലാം നടക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് യൂസ്ഡ് ബൈ എ ടീച്ചർ ടു ഗെറ്റ് ദ ലേണേഴ്സ് ഡിറൈവ് റൂൾ ഫ്രം എക്സാമ്പിൾ ഈസ്. ദ മെത്തേഡ് യൂസ്ഡ് ബൈ എ ടീച്ചർ ടു ഗെറ്റ് ദ ലേണേഴ്സ് ഡിറൈവ് റൂൾസ് ഫ്രം എക്സാമ്പിൾ ഈസ്. നമ്മൾ റൂൾസ് ഡിറൈവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഒരുപാട് ഡിറൈവിന് ശേഷം നമ്മൾ ഒരുപാട് ക്രിയകൾ ചെയ്തതിന് ശേഷം നമ്മളൊരു റൂളിലേക്ക് എത്തുന്നതിന് നമ്മൾ എന്തെന്നാ പറയുക? ആ മെത്തേഡിന് നമ്മൾ എന്താ പറയുക? ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഹി ഹാസ് എ ഡ്രീം ഹി ഡാഷ് അച്ചീവ്. ഹി ഹാസ് എ ഡ്രീം ഹി ഡാഷ് അച്ചീവ്. ഇവിടെ ഏതാ നമ്മുടെ വെർബ് കിടക്കുന്നത്? ഇഫ് ക്ലോസിൽ ഏത് വെർബാണ് കിടക്കുന്നത്? നമ്മുടെ ഹാസ് ആണ് കിടക്കുന്നത്. ഹാസ് എന്ന് പറയുന്നതാണ് ഇവിടെ വെർബ് വരുന്നത്. അത് V1 കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഫിൻ്റെ കൂടെ V1 ആണെങ്കിൽ നമ്മൾ എന്ത് വേണം? അപ്പുറത്ത് വില്ല് ചേർക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ വില്ലാണ് അവിടെ ചേർക്കേണ്ടത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കറക്റ്റ് പാസീവ് ഫോം ഹി വാസ് ഹാങ്ങിങ് ദ പിക്ചേഴ്സ്. റൈറ്റ് ദ കറക്റ്റ് പാസീവ് ഫോം. ഹി വാസ് ഹാങ്ങിങ് ദ പിക്ചർ എന്നുള്ളതിൻ്റെ പാസീവ് ഫോം ഏതാന്നാ ചോദിച്ചിട്ടുള്ളത്. നമ്മളറിയാം പിക്ചർ വേർ ബീങ് ഹങ് ബൈ ഹിം എന്നാണ് നമ്മുടെ ആൻസർ വരിക. കാരണം എന്താ? ഹി വാസ് ഹാങ്ങിങ് ദ പിക്ചർ ഏതിലാണ് കിടക്കുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസിലാണ് കിടക്കുന്നത്. വാസ് പ്ലസ് വെർബിൻ്റെ ING ഫോമിലാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ പാസീവ് ഫോമിലേക്ക് ആക്കുമ്പോൾ എന്ത് വേണം? വേറ് പ്ലസ് എന്ത് വേണം? ബീങ് പ്ലസ് എന്തും കൂടി വേണം? പാർട്ടിസിപ്പിൾ ഫോമിലും കിടക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ദ പിക്ചർ were being hung by him. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ലോട്ട് ഓഫ് വാട്ടർ ഡാഷ് വേസ്റ്റഡ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് വേർഡ്. എ ലോട്ട് ഓഫ് വാട്ടർ ഡാഷ് വേസ്റ്റഡ്.
ലോട്ട് ഓഫ് വാട്ടർ ആണ്. എന്താണ് വാട്ടർ എന്ന് പറയുന്നത്? അൺകൗണ്ടബിൾ ആയിട്ടുള്ള വേർഡ് അല്ലേ? അപ്പം നമ്മൾ സിംഗുലർ ആണ് യൂസ് ചെയ്യുക. ഇവിടെ സിംഗുലർ വെർബ് കിടക്കുന്നത് ആകെ ഒരു വെർബേ ഉള്ളൂ, വാസാണ് റൈറ്റ് ആൻസർ. നമുക്ക് നോക്കുക, നമ്മൾ ഒരു അൺകൗണ്ടബിൾ സാധനത്തിന് നമ്മൾ എന്താ പറയുക? സിംഗുലർ വെർബിൻ്റെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത്, ഇൻ കൊളാബറേറ്റീവ് ലേണിംഗ് ഏതാ നോളജ് കൺസ്ട്രക്ഷൻ ടേക്ക് പ്ലേസ്? കൊളാബറേറ്റീവ് ലേണിംഗിൽ ഏതാ നടക്കുന്നത്? നോളജ് കൺസ്ട്രക്ഷൻ ആണോ അതോ റൂട്ട് ലേണിംഗ് ഒക്വർ ആണോ? പിയർ ഇൻട്രാക്ഷൻ ഡസ് നോട്ട് ഹാപ്പൻ. പിയർ ഇൻട്രാക്ഷൻ നടക്കുന്നില്ലേ? റൈറ്റിംഗ് ടെസ്റ്റ് വിൽ ബി ഈസിയർ. റൈറ്റിംഗ് ടെസ്റ്റ് ഈസി ആയതുകൊണ്ടാണോ? കൊളാബറേറ്റീവ് ലേണിംഗിൽ എന്താ നടക്കുന്നത്? നോളജ് കൺസ്ട്രക്ഷൻ ടേക്സ് പ്ലേസ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, വുഡ് യു മൈൻഡ് ഇഫ് ഐ ഡിഡിൻറ്റ് കം ടു യുവർ പാർട്ടി? ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വുഡ് യു മൈൻഡ് ഇഫ് ഐ ഡിഡിൻറ്റ് കം ടു യുവർ പാർട്ടി. എന്താണ് ഒരു എന്തിന് എക്സാമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ? വുഡ് യു മൈൻഡ് ഇഫ് ഐ ഡിഡിൻറ്റ് കം ടു യുവർ പാർട്ടി? ഞാൻ നിന്റെ പാർട്ടിയിൽ വന്നില്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും തോന്നുമോ? എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, ആസ്കിങ് ഫോർ എ പെർമിഷൻ. റൈറ്റ് ആൻസർ വരുന്നത് ആസ്കിങ് ഫോർ എ പെർമിഷൻ. അടുത്തത്, ദ സ്പീച്ച് ഹി മെയ്ഡ് വാസ് ആംബിഗ്യുവസ്. ദ വേർഡ് ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആംബിഗ്യുവസ് ഹിയർ ഈസ്. ആംബിഗ്യുവസ് എന്നുള്ളതിൻ്റെ മീനിങ്ങിൻ്റെ അർത്ഥം എന്താ? നമുക്കൊരു അൺക്ലിയർ ആയിട്ടുള്ള കാര്യം, നമുക്കൊരു ഒട്ടും വ്യക്തമല്ലാത്തൊരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംബിഗ്യുവസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്. ആംബിഗ്യുവസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എൻ ഇംപറേറ്റീവ് സെൻറ്റൻസ്? താഴെ തന്നിരിക്കുന്നവരിൽ ഇംപറേറ്റീവ് സെൻറ്റൻസ് ഏതാണ്? ഇംപറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്വസ്റ്റ്യൻ വാട നമ്മളൊരു സജഷൻ മീൻസ് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു ഓർഡർ കൊടുക്കുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് ഇംപറേറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ്? ഡോണ്ട് ഓപ്പൺ ദ ബാഗ്. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇംപറേറ്റീവ് സെൻറ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡാഷ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു വവൽ സൗണ്ട്. രണ്ട് വവൽ സൗണ്ടിൻ്റെ കോമ്പിനേഷന് നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ എ ഡിഫ്തോങ് ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐ പ്രിഫർ സാരി ഡാഷ് സെൽവാർ. ഐ പ്രിഫർ സാരി ഡാഷ് സെൽവാർ. പ്രിഫറിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ടു ആണ് യൂസ് ചെയ്യുക. പ്രിഫറിൻ്റെ കൂടെ എപ്പോഴും ടു ആണ്. ഐ പ്രിഫർ സാരി ടു സെൽവാർ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മീര ഡാഷ് ഫോർ ഹെർ എക്സാം ഫോർ എ ലോങ് ടൈം. മീര ഡാഷ് ഫോർ ഹെർ എക്സാം ഫോർ ലോങ് ടൈം. എന്താ വരിക? മീര ഹാസ് ബീൻ പ്രിപ്പയറിങ്. ഹാസ് ബീൻ പ്രിപ്പയറിങ് ആണ് റൈറ്റ് ആൻസർ. കാരണം നമ്മൾ എന്താണ്, ഒരു കഴിഞ്ഞ കാലം മുതൽ നമ്മൾ ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ പറയാം. മീര ഹാസ് ബീൻ പ്രിപ്പയറിങ് ഫോർ എക്സാം ഫോർ എ ലോങ് ടൈം. കുറേ കാലങ്ങളായിട്ട് മീന അവരുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കാലം മുതൽ തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഈസ് സിനോണിയം ഫോർ ഓട്ടോപ്സി? വിച്ച് വേർഡ് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഈസ് സിനോണിയം ഓഫ് ഓട്ടോപ്സി? ഓട്ടോപ്സിയുടെ അതേ മീനിങ് വരുന്ന വേർഡ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പോസ്റ്റ് പാർട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോപ്സി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ കറക്റ്റ് റിപ്പോർട്ടഡ് ഫോം. മിനി ആസ്ക്ഡ് അറ്റ് വാട്ട് ടൈം ഡു ദ ബാങ്ക് ക്ലോസ്. ഇവിടെ റിപ്പോർട്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യനിൽ. ഓപ്ഷൻസ് തന്നിട്ടുള്ളതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡൂ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ക്ലോസും ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും? ഇതിൻ്റെ നേരെ പാസ്റ്റിലോട്ട് കിടക്കും. സിമ്പിൾ പ്രസൻറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എന്താവും? ക്ലോസ്ഡ് എന്നാവും. എന്താവുക? ക്ലോസ്ഡ് എന്നാവും. വെറും സിമ്പിൾ പാസ്റ്റിലോട്ട് മാറും, വെറും ക്ലോസ്ഡ് ആവുള്ളൂ. അതിന് മുമ്പ് നമ്മൾ വേറൊരു ഓക്സിലറിയും ചേർക്കണ്ട. അപ്പോൾ നമ്മുടെ ആൻസർ വരിക എന്താ വരിക? മിനി വാണ്ടഡ് ടു നോ അറ്റ് വാട്ട് ടൈം ദ ബാങ്ക്സ് ക്ലോസ്ഡ് എന്ന് മതി. 6 വേണ്ട, ക്ലോസ്ഡ് എന്ന് മതി. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് മിനി വാണ്ടഡ് ടു നോ അറ്റ് വാട്ട് ടൈം ദ ബാങ്ക്സ് ക്ലോസ്ഡ്. ഇതാണ് റൈറ്റ് ആൻസർ വരിക. അപ്പോൾ ഓക്കെ, താങ്ക് യു.